ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? നമുക്കിന്നേ വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ചിക്കൻ എടുത്തിട്ട് 10 പീസാക്കി കട്ട് ചെയ്തിട്ട് നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രം എടുത്തിട്ട് ആ ചിക്കൻ എല്ലാം അതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ. കുത്തണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കാൻ വേണ്ടി പറയണത്. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് 150 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 3 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കൈ കൊണ്ട് നല്ലപോലെ ഇങ്ങനെ അലിയിച്ച് കൊടുക്കണേ. പിന്നെ 4 ഏലക്കായ, കുറച്ച് കരയാമ്പൂ, പട്ട, കുരുമുളക്, പെരിഞ്ജീരകം, പിന്നെ ചെറിയ ടീസ്പൂണിൽ 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ മന്തി മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി നല്ലപോലെ അരച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ലേ, നമ്മളുടെ കൈ വെച്ച് നല്ല പോലെ തന്നെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ആ മാഗി ക്യൂബൊക്കെ ഇതിൽ അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് റെഡ് കളർ ഒഴിച്ചിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ കളർ അതിലേക്ക് ഒഴിച്ചത്. നമ്മളുടെ ചിക്കനിൽ ഈ മസാല നല്ല പോലെ തന്നെ ഇങ്ങനെ പിടിപ്പിക്കണം കേട്ടോ, തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമ്മൾ മന്തി ദമ്മിടുന്ന പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിൽ ഈ ചിക്കനെല്ലാം നിരത്തി വെച്ച് കൊടുക്കണം. മേലെ വെക്കരുത്, ഇതേപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ബസുമതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കിലോ അരി എടുത്തിട്ട് 4 പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട്. അത് 1 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ ചിക്കൻ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനൊരു 5 മിനിറ്റ് നല്ല തീ കൂട്ടിയിട്ട് തന്നെയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളമൊക്കെ ഇറങ്ങി വന്ന്. ഇനി നമുക്കതൊന്ന് തിരിച്ചു മറിച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് മൊരിച്ചൊന്നും എടുക്കണ്ട. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചോറ് വെക്കാം. അപ്പോൾ അതിന് ഞാനൊരു വട്ടകയിൽ കുറച്ചധികം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് എപ്പോഴും കുറച്ച് നമ്മുടെ വെള്ളത്തിൽ കൂടുതൽ ഉണ്ടാവണേ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ഉണക്ക നാരങ്ങയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നമ്മളുടെ ചോറ് ഒന്നുമേലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ല പോലെ തന്നെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കുതിർത്തി വെച്ച അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പട്ടേ കുരുമുളകൊന്നും ഇടുന്നില്ല, കാരണം നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ചോറിൽ ഇടുന്നില്ല കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ചോറ് നല്ല പോലെ തന്നെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് വേവ് നോക്കാം കേട്ടോ. ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് വേവിച്ചൊന്നും എടുക്കണ്ട, ഈ ഒരു പാകത്തിൽ എടുത്താൽ മതി. നമുക്കത് ചോറെല്ലാം ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ചിക്കൻ നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഭയങ്കരമായിട്ട് മൊരിച്ചൊന്നും എടുക്കണ്ട. ഒരു മന്തിയുടെ ഒരു പാകം നമുക്കറിയാലോ, ഭയങ്കര മുരിഞ്ഞൊന്നല്ലല്ലോ മന്തിക്ക് ചിക്കൻ ഉണ്ടാവുക. ഈ ഒരു പാകത്തിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടുണ്ടാവണം കേട്ടോ. ചിക്കനും ചോറും ഊറ്റി വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി കുറേ നേരം ഒന്നും വെക്കരുത്. അപ്പോൾ തന്നെ നമ്മളുടെ ഈ ചിക്കനിലേക്ക് ചോറ് ഇട്ട് കൊടുക്കണേ. നല്ല ചൂട്ടോടെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കണേ. ഞാനിതിൽ പുകയിക്കണമൊന്നുമില്ല. ഇവിടെ വീട്ടിലാർക്കും പുകയിക്കണതൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് പുകച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മന്തിക്ക് ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനതിലേക്ക് കുറച്ച് മഞ്ഞ കളറും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് കളർ കൊടുക്കുന്നുണ്ട്, അത് നിർബന്ധമില്ല. നമ്മളുടെ ചിക്കനിൽ നിന്ന് എന്തായാലും നമ്മളെ ചോറിൽ ആ കളർ വരും. ഞാൻ എന്നാലും വീഡിയോ ഒക്കെ എടുക്കണത് കൊണ്ട് കുറച്ച് കളർ ഒഴിച്ചതാണ്. പിന്നെ ഉണക്ക ചെറുനാരങ്ങ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് ഇതേപോലെ കുത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ നമ്മളുടെ ചോറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചിക്കനിൽ കുറച്ച് കുറവുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒഴിക്കുന്നത്, നിർബന്ധമില്ല കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ദമ്മിലിടാം കേട്ടോ. അപ്പം ഞാൻ ഒരു മൂടിപ്പാത്രം എടുത്തിട്ട് നല്ല പോലെ തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ തീ ഉണ്ടല്ലോ നന്നായിട്ട് കുറച്ചിടണം. ഭയങ്കര തീയാവാൻ പാടില്ല, എന്നാൽ നമുക്കിതിലേക്ക് ചൂട് കിട്ടുകയും വേണം. ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്.
ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന ആ മന്തിയുടെ മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടി ഇളക്കിയിട്ട് ചോറൊന്ന് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ആ ചോറ് നല്ലപോലെ തന്നെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ. കണ്ടില്ലേ, ഇതേപോലെ ചിക്കനും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വിളമ്പാം അല്ലേ പാത്രത്തിലേക്ക്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ മല്ലിച്ചമ്മന്തിയും തക്കാളി ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.